അമൽ നീരദ് എന്ന് പറയുന്ന ഒരു സംവിധായകന് എന്നും ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. ആ ഒരു സിനിമ തിയേറ്ററിൽ ഓടിയാലും ഓടിയില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ ചർച്ച അമൽ നീരദിൻ്റെ പുതിയൊരു സിനിമയെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ? ബാച്ചിലർ പാർട്ടിയുടെ 2ാം ഭാഗം. അപ്പോൾ ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന ആ പഴയ ഒരു അമൽ നീരദിൻ്റെ ഒരു സിനിമയും ഈ ഒരു സിനിമയും കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാച്ചിലർ പാർട്ടി 2ാമതും അത് ആ പഴയ ബാച്ചിലർ പാർട്ടിയുടെ ഒരു തുടർച്ചയാണോ അതോ എന്താ പറയുക വേറെ കുറേ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ബാച്ചിലർ പാർട്ടി ഡു എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അതൊരു ഫ്രഞ്ച് വാക്കാണ്. അതിൽ എന്താ പറയുന്നത് 2 എന്നുള്ള അർത്ഥം. പിന്നെ അമൽ നീരദ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ ഏതൊരു അർത്ഥത്തിലും വരാം. അപ്പോൾ അങ്ങനെ പല പല അർത്ഥങ്ങളും ദുരൂഹതകളും സസ്പെൻസ് ഒളിപ്പിച്ചിട്ടാണ് പുതിയൊരു അനൗൺസ്മെൻറ്റ് അമൽ നീരദ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പ് എന്താ പറയുക ഇന്നത്തെ യുവതാരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ഭയങ്കര ഇതായിട്ടുള്ള നസ്ലിനും പിന്നെ അമൽ നീരദിൻ്റെ സ്വന്തം ആൾക്കാരായ സൗബിൻ, ശ്രീനാഥ് വാസി, ഷറഫുദ്ദീൻ, പിന്നെ കുഞ്ചാക്കോ ബോബനും ടൊവിനോ തോമസും ഒക്കെ ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറയുന്നു. എനിക്കൂടെ അമൽ നീരദും അതുപോലെ തന്നെ ഫഹദ് ഫാസിലും അൻവർ ഷീദും ഇവരെല്ലാവരും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഗ്യാങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാങ്ങിലേക്കാണ് ആദ്യമായിട്ട് നസ്ലിം വരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു ചർച്ച പറയുമ്പോൾ പഴയ ബാച്ചിലർ പാർട്ടി, അതായത് 2012 ആ ഒരു ബാച്ചിലർ പാർട്ടിയുടെ കുറേ ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു അനൗൺസ്മെൻറ്റും ആ ഒരു സിനിമയുടെ അന്ന് ആ ഒരു സിനിമ ഉണ്ടാക്കിയൊരു ഹൈപ്പൊക്കെ അന്ന് ആ ഒരു സിനിമ അത് ഫോളോ ചെയ്തവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അതായത് 2011 നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ് ബാച്ചിലർ പാർട്ടി അന്ന് അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അന്ന് അമൽ നീരദ് അൻവർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കൊക്കെ ശേഷം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആദ്യമായിട്ട് അമൽ നീരദ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് അമൽ നീരദ് നമുക്കറിയാം, അമൽ നീരദിൻ്റെ ഒരു കരിയർ ജേണി എടുത്തു കഴിഞ്ഞാൽ ക്യാമറാമാനായിട്ടാണ് തുടങ്ങിയത്. ബ്ലാക്ക് എന്ന് പറയുന്ന നമ്മുടെ രഞ്ജിത്ത് മമ്മൂട്ടി സിനിമയുടെ ക്യാമറാമാനായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അമൽ നീരദ് വന്ന് ബിഗ് ബി എന്ന് പറയുന്ന ഒരു സിനിമ, ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് മമ്മൂട്ടിയുടെ ഡേറ്റ് കൊടുക്കുള്ളൂ ബിഗ് ബി ചെയ്യുന്നു. ബിഗ് ബി അന്ന് തിയേറ്ററിൽ ശരിക്ക് ഫ്ലോപ്പായിരുന്നു. അത് അന്ന് തിയേറ്ററിലൊക്കെ ഭയങ്കര ഹിറ്റൊന്നുമില്ല. ഒപ്പിറങ്ങിയ ചോട്ട മുംബൈയും വിനോദയാത്രയ്ക്ക് വരുന്ന അന്ന് സൂപ്പർ ഹിറ്റായത്. പക്ഷേ ബിഗ് ബിക്ക് പിന്നീട് ഒരു കൾട്ട് ഫോളോയിങ് വന്നു. അന്നും ആ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് ഒരു പ്രത്യേക ഓഡിയൻസ് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അമൽ നീരദ് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ അന്നവിടെ ശ്രദ്ധിക്കപ്പെട്ടു. അത് കേട്ട് പിന്നീട് സാഗ്രിയലസ് ജാക്കി ഇതിൻ്റെ നമ്മുടെ 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം ഭാഗം എന്ന രീതിയിൽ ചെയ്യുന്നു. അത് പക്ഷേ അമൽ നീരദ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അമൽ നീരദ് അതിലൊരു എന്താ പറയുക ചെയ്യാൻ നിർബന്ധിതനായി. കാരണം അന്ന് ഒരു പ്രൊജക്റ്റായിട്ട് അമൽ നീരദിൻ്റെ അടുത്ത് വരുന്നു, അമൽ നീരദ് ഡയറക്റ്റ് ചെയ്യുന്നു, ആ ഒരു സിനിമ ചെയ്യുന്നു. പക്ഷെ അത് ഭയങ്കര ഇനീഷ്യലൊക്കെ കിട്ടി. പക്ഷെ ഒരു ബിഗ് ബിക്ക് കിട്ടിയ ഒരു പേര് സാഗ്രിയലസ് ജാക്കിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അൻവർ എന്ന് പറഞ്ഞ സിനിമ, അൻവർ അന്ന് ഭയങ്കര ഒരു ഇനീഷ്യലൊക്കെ വന്നൊരു സിനിമയായിരുന്നു. ഈ പറഞ്ഞ പോലെ അത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായോ ഭയങ്കര ലാഭം നേടിയ സിനിമയൊന്നുമല്ല. പക്ഷേ അമൽ നീരദിൻ്റെ ഒരു ഓഡിയൻസും എന്താ പറയുക ആ ഒരു ഓഡിയൻസിനെ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അമൽ നീരദിന് അതൊരു ഭയങ്കര ഗുണം കിട്ടിയൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് സിനിമ ചെയ്ത സിനിമയായിരുന്നു ബാച്ചിലർ പാർട്ടി. ബാച്ചിലർ പാർട്ടിയാണ് അമൽ നീരദ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ. അന്ന് അതിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞ് ഇന്നിപ്പോൾ നസ്ലിൻ എങ്ങനെയാണോ അതുപോലെയായിരുന്നു അന്ന് ആസിഫ് അലി. അന്നത്തെ യുവതാരങ്ങളിലെ ഏറ്റവും മുന്നിലോട്ട് കയറുന്ന അടുത്തൊരു താരമാണ് എന്ന് സിനിമാ ലോകം പറഞ്ഞിരുന്ന ഒരു പേരായിരുന്നു ആസിഫ് അലി. ആസിഫ് അലിയെക്കാട്ടും സീനിയേഴ്സായ ഇന്ദ്രജിത്തും റഹ്മാനും കലാഭവൻമണിയും വിനായകരും ഇവരെല്ലാവരും കൂടിയുള്ള ഒരു സിനിമ. അതിൽ ആ കൂട്ടത്തിലേക്ക് പൃഥ്വിരാജും ഗസ്റ്റ് റോളിൽ അതിൽ വരുന്നു. പിന്നെ രമ്യ നമ്പീഷനുണ്ട്, നിത്യ മേനുണ്ട്, പത്മപ്രിയ ഗസ്റ്റ് റോളിൽ വരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഹൈപ്പിൽ വന്ന ഒരു സിനിമയായിരുന്നു. കാരണം അതിൻ്റെ ആസിഫ് അലിയുടെ ലുക്കായാലും പിന്നെ ആസിഫ് അലി അസുരവിത്ത് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം, അത് സോൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങിയ ശേഷം ആസിഫ് അലി ചെയ്തൊരു സിനിമയായിരുന്നു അസുരവിത്ത് കഴിഞ്ഞിട്ട് ആസിഫ് അലി കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണ് ഈ പറഞ്ഞ പോലെ ബാച്ചിലർ പാർട്ടി. കുറേ സിനിമകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആസിഫ് ചെയ്ത്. ഈ പറഞ്ഞ പോലെ ഓർഡിനറി ഉണ്ട്, കൗബോയ് ഉണ്ട്, 916 ഉണ്ട്, കുറേ സിനിമകളാണ് ആസിഫ് ചെയ്തെങ്കിലും ഒരു ഭയങ്കര ഒരു ഹൈപ്പിൽ അനൗൺസ്മെൻറ്റ് എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് വാർത്തയിൽ വന്നൊരു സിനിമയായിരുന്നു ബാച്ചിലർ പാർട്ടി. പിന്നെ അമൽ നീരദ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിനിമയൊക്കെ ഇറങ്ങിയ ശേഷം കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ആദ്യത്തെ 3 സിനിമകൾ ഞാൻ സംവിധാനം ചെയ്ത 3 സിനിമകളെക്കാട്ടും കൂടുതൽ എനിക്ക് വരുമാനം ഉണ്ടാക്കി തന്ന സിനിമയാണ് ബാച്ചിലർ പാർട്ടി. പക്ഷേ അതിൻ്റെ ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബാച്ചിലർ പാർട്ടി അന്ന് തിയേറ്ററിൽ ഭയങ്കര ഇനീഷ്യൽ വന്നു, ഭയങ്കര ഹൈപ്പ് വന്നു. പക്ഷേ തിയേറ്ററിൽ ആ സിനിമ ശരിക്ക് പരാജയം എന്ന രീതിയിലാണ് പറയുന്നത്. അമൽ നീരദിൻ്റെ മറ്റ് സിനിമകളെക്കാട്ടും ആളുകൾ ഏറ്റവും മോശം സിനിമ എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്ന ഒരു സിനിമയാണ് ക്രിട്ടിക്കിലേക്ക്. പക്ഷേ അമൽ നീരദിന് ആ ഒരു സിനിമ ലാഭമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് ഒക്കെ ഭയങ്കര സമയമാണ്. ഒരുപാട് സ്റ്റാർസ് ഒരുമിച്ച്, എനിക്കൊണ്ട് ഇത്രയധികം സ്റ്റാർസ് ഒരുമിച്ച് ആ ഒരു സമയത്ത് ഒരു സിനിമയിലും വന്നിട്ടില്ല. അങ്ങനെ ഒരു പേരിൽ വളരെയധികം റെക്കോർഡ് സാറ്റലൈറ്റ് കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു ബാച്ചിലർ പാർട്ടി. പിന്നെ അതിൽ ആസിഫ് അലിയുടെ കുട്ടിക്കാലം ഇപ്പോഴത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആസിഫ് അലിൻ്റെ അല്ല, കലാഭവൻമണിയുടെ, ഇവരുടെ ഈ ഒരു 5 സുഹൃത്തുക്കളാണ്, പല ഏജിലുള്ള 5 സുഹൃത്തുക്കൾ. അതിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആളാണ് ആസിഫ് അലി.
ഇതിൽ തുടക്കം കാണിക്കുന്നുണ്ട്. അതിൽ ഇവരുടെ കൂട്ടത്തിൽ സീനിയർ ആയിട്ടുള്ള കലാഭവൻ മണിയുടെ കുട്ടിക്കാലം ചെയ്തതെന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. പിന്നെ ആ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി. ഈ പറഞ്ഞ പോലെ റഹ്മാൻ ട്രാഫിക്കിന് ശേഷം ചെയ്ത ഒരു സിനിമയായിരുന്നു. ഇന്ദ്രജിത്തും ഭയങ്കര ഫ്ലെക്സിബിളായിട്ട്, നമ്മൾ ഇന്ദ്രജിത്തിനെ പറയുകയാണെങ്കിൽ ഇന്ദ്രജിത്തിൻ്റെ ഭയങ്കര കോമഡി റോൾസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ഒരു ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ ആമർ അക്മൽ ധോണിയൊക്കെ പോലെ ആ ഒരു കുറച്ചുകൂടി വേറെ ഒരു വളരെ കൂളായിട്ടുള്ള ഒരു ഇന്ദ്രജിത്തിനെ നമ്മൾ ആ ഒരു സിനിമയിൽ കണ്ടിരുന്നു. ആ ഒരു സിനിമ ഇറങ്ങി തിയേറ്ററിൽ അന്ന് പല മിക്സഡ് ഒപ്പീനിയൊക്കെ വന്നെങ്കിലും അത് കഴിഞ്ഞ് പിന്നീട് അത് ഭയങ്കര ചർച്ചയായി. ഇന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ അതിലെ പല ഷോട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ അമൽ നീരദിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചും സീൻസൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്. എനിക്കൊക്കെ അതിൽ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സീനൊക്കെ ഉണ്ട്. അതിലൊരു സീനിൽ ഒരു നമ്മളറിയാം അമൽ നീരദ് ഒരു സ്ലോ മോഷൻ്റെ ആളാണ്. അതിലൊരു ആസിഫ് അലി ഇങ്ങനെ സെൻട്രൽ നടന്നു വരുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും രണ്ടുപേരും, അതായത് കലാഭവൻ മണിയും വിനായകനും ഒരു സൈഡിൽ നിന്നും അപ്പുറത്ത് ഇന്ദ്രജിത്തും റഹ്മാനും ജോയിൻ ചെയ്ത് ഇവർ 5 പേര് ഒരുമിച്ച് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര കൈയടിക്കായിരുന്നു അന്ന്. ഇപ്പം എന്തായാലും വീണ്ടും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഒരു തുടർച്ച എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ബിസിനസ് തന്ത്രം കൂടി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പല സിനിമകളുടെയും സെക്കൻഡ് പാർട്ടിന് അതിനൊരു ബിസിനസ് ഉണ്ട്. ഇപ്പോൾ പണ്ട് ഈ പറഞ്ഞ CBI ഡയറിക്കുറിപ്പും അതിൻ്റെ ജാഗ്രത, അതിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് സേതുരാമൻ CBI വീണ്ടും വരണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ആട് എന്ന് പറയുന്ന സിനിമ. ആട് ശരിക്കും തിയേറ്ററിൽ അന്ന് ഫ്ലോപ്പ് ആയെങ്കിലും ആട് പിന്നീട് ഭയങ്കരമായിട്ട് ചാനലിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിരുന്ന സിനിമയപ്പോൾ ആട് 2 വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു ഭയങ്കര ഒരു ഹൈപ്പ് വന്നിരുന്നു. പ്രത്യേകിച്ച് അന്ന് മിഥുൻ മാനുവൽ തോമസിൻ്റെ ഓൾറെഡി ഒരു സിനിമ ഒന്ന് പരാജയപ്പെട്ട് നിൽക്കുന്നു, വിജയ് ബാബുവിനൊന്ന് കുറച്ച് പ്രശ്നം നിൽക്കുമ്പോൾ ഇവർക്കൊന്ന് രണ്ടുപേർക്കും തിരിച്ചു വരവാൻ ഒരു സിനിമയായിരുന്നു ആട്. അപ്പോൾ ഇവരൊരു അനൗൺസ്മെൻറ്റ് നടത്തി ആട് 2. അതിന് ഭയങ്കരമായിട്ടൊരു ഗുണം ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി സിനിമ ഫീൽഡിൽ. ഇപ്പോൾ അത് ആട് 3 വീണ്ടും വരണം, അത് വീണ്ടും അതിനൊരു ഹൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കാണുന്നതാണ് ഒരു സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഹൈപ്പ് ഉണ്ട്. ചിലപ്പോൾ ആ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയ്ക്ക് എത്തിയില്ലെങ്കിൽ അത് ചിലപ്പോൾ പാളി പോവും. ചിലപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റീച്ചും കിട്ടും. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ദൃശ്യം 2 വന്ന് OTTയിൽ വന്ന ഭയങ്കര അഭിപ്രായം കിട്ടി. ഇപ്പോൾ ദൃശ്യം 3ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടു 160 കോടിയുടെ മേളിലൊക്കെ ഒരു ബിസിനസ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ സിനിമ ഇതിനും എന്തായാലും ഒരു വലിയൊരു ബിസിനസ് കിടക്കും. ഈ ഒരു പഴയ കഥയും ഇതുമായിട്ട് എന്ത് കണക്ഷൻ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മളിഞ്ഞ് സിനിമ ഇറങ്ങിയാൽ അറിയാൻ പറ്റില്ല. എന്തായാലും അത് ഈ പറഞ്ഞ പോലെ താരങ്ങൾക്കൊക്കെ ഭയങ്കര ഗുണം ചെയ്യും. ഈ പറഞ്ഞ പോലെ സൗബിനായാലും അൻവർ റഷീദിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പണ്ട് മുതലുള്ളതാണ്. ഷറഫും ഈ ഷറഫും അമൽ നീരദിൻ്റെ മുമ്പത്തെ വരത്ത് എന്നുള്ള സിനിമയിൽ ഒരു ഗംഭീര റോള് ചെയ്തു. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള കുഞ്ചാക്കോൻ്റെ ഒക്കെ ഒരു സിനിമയിലും ചെയ്തിട്ട് അത് ചെറിയൊരു വേഷം തന്നെയായിരുന്നു. അപ്പോൾ ബാസിയുണ്ട്, സ്ഥിരം ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ വരുന്നു നോക്കാം. അതിൻ്റെ മറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഷൂട്ട് ഇപ്പോൾ ജനുവരി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടത്. ബാക്കി ഷൂട്ടിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചെയ്യാം.